الحمد لله الذي هدانا لخير الأديان والإسلام وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹധരണീയരായ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, പ്രിയമുള്ള കുട്ടികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ നമ്മിലും നമ്മുടെ കുടുംബത്തിലും എപ്പോഴും വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ 16 ദിവസങ്ങൾ നമ്മിൽ നിന്ന് ഇന്നത്തോടുകൂടി വിട പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ റമദാനിലെ പകുതി നമ്മിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞ ദിനരാത്രങ്ങളിലെ മുഴുവൻ സൽക്കർമ്മങ്ങളും പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകളും കുറവുകളും കാരുണ്യവാനായ നാഥൻ അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലുള്ള ഒരു റമദാൻ 16 രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചും നമസ്കരിച്ചും സുജൂദിൽ വീണുമൊക്കെ വിശുദ്ധ റമദാനിലെ റമദാൻ 17 വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ റമദാൻ 17 സംഭവിച്ച ബദറിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണലിപികളാൽ രേഖപ്പെടുത്തിയ ബദർ ദിനം വളരെ ആവേശത്തോടുകൂടി തന്നെ നമ്മുടെ മുസ്ലിം സമുദായം ആഘോഷിക്കുകയും കൊണ്ടാടുകയുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിക്കും അക്രമത്തിനുമെതിരെ എഴുന്നേറ്റ് നിൽക്കുകയും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ മുഷ്ടിചുരുട്ടുകയുമൊക്കെ ചെയ്യാനുള്ള പോരാട്ട വീര്യം നൽകുന്ന ചരിത്ര സംഭവങ്ങളെ ആലസ്യത്തിൻ്റെയും നിഷ്ക്രിയത്വത്തിൻ്റെയും ഒക്കെ ആക്കി മാറ്റുന്നതിൽ ഇസ്ലാം വിരുദ്ധ ശക്തികൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ് ഇന്നും നാളെയുമൊക്കെയായി ബദറിൻ്റെ പേരിൽ നമ്മുടെ സമുദായത്തിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ചരിത്രത്തിൽ 2 മതങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന് പ്രവാചക മതമാണ്, മറ്റൊന്ന് പുരോഹിത മതമാണ്. ലോകത്ത് ഇസ്ലാമും ഇസ്ലാമിൻ്റെ സംവിധാനങ്ങളും വളരരുത് എന്നാഗ്രഹിക്കുകയും അതിനെ ഭയപ്പെടുകയും ചെയ്യുന്നവരൊക്കെയും ആഗ്രഹിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും പ്രവാചക മതത്തെയല്ല, പുരോഹിത മതത്തെയാണ്. ഒരുപക്ഷെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ സമുദായത്തിന് മേൽ ഏറ്റവും കൂടുതൽ മേൽക്കോയ്മ നേടിയിട്ടുള്ളതും
സമുദായത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും യഥാർത്ഥത്തിൽ പ്രവാചക മതമല്ല, പുരോഹിത മതമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പുരോഹിത മതമാണ് സമുദായത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ അടയാളമാണ് ബദർ മാത്രമല്ല, ഇസ്ലാമിക സമൂഹം വളരെ ഗൗരവത്തോടുകൂടി കാണുകയും പഠിക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന പല വിഷയങ്ങളെയും ചരിത്രങ്ങളെയും അതിൻ്റെ യഥാർത്ഥ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ നിന്നൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ചില കാട്ടിക്കൂട്ടലുകളിലുമൊക്കെ ഒതുക്കി തീർത്തു എന്ന് പറയുന്നത് അതിന് തെളിവുകളാണ്. യഥാർത്ഥത്തിൽ നമ്മളേതുപോലുള്ളൊരു സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ പെയ്തിറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരമൊരു കാലഘട്ടത്തിൽ പടച്ചറബ്ബ് നമുക്ക് വേണ്ടി ചരിത്രത്തിൽ കാത്തുവച്ച പോരാട്ട വീര്യങ്ങളിൽ നിന്ന് ആവേശവും പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ മത്സരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ബദറിലെ ശുഹദാക്കളുടെ ത്യാഗത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന ഈ സമയത്തും ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ എങ്ങനെയെന്ന് ചോദിച്ചാൽ, എന്താണോ ബദരീങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതും ബദരീങ്ങളിൽ നിന്നും ബദറിൽ നിന്നുമൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും മുമ്പിൽ വെക്കാനും ഉള്ളത്, അത് പഠിക്കുന്നതിനും അത് പഠിപ്പിക്കുന്നതിനും പകരം ഇന്നും നാളെയുമൊക്കെ ബിരിയാണി ചെമ്പുകളുടെ എണ്ണം കൂട്ടുവാനും ദമ്മു പൊട്ടിക്കാനുമുള്ള മത്സരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വിരുദ്ധ ചേരികൾ, ഇസ്ലാം ലോകത്ത് വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന, അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ വിരൽ പൊക്കുന്ന ശബ്ദിക്കുന്ന പ്രവാചക മതത്തിന്റെ അനുയായികൾ ലോകത്ത് വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രതികരണശേഷിയില്ലാത്ത, സമൂഹത്തിലെ അധർമ്മങ്ങൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ തയ്യാറല്ലാത്ത ശണ്ഡീകരിക്കപ്പെട്ട ഒരു തലമുറയെ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ബദറിന്റെ പശ്ചാത്തലത്തിലാണ്. സമുദായം നാളെ ബദർ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഈ രാത്രിയിൽ ഒരുങ്ങിയത് എന്തിനാണെന്നറിയോ? ആ ഒരുക്കം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇസ്ലാമിന്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നില്ല. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ലോകത്ത് തന്നെ വിശിഷ്യ മുസ്ലിം സമുദായം ആഗോളതലത്തിലും ഇന്ത്യ രാജ്യത്തുമൊക്കെ പ്രതിസന്ധികൾ നേരിടുന്ന, പ്രതിസന്ധികളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും കഴിയും തോറും ലോകത്തും രാജ്യത്തുമൊക്കെ ഇസ്ലാമിക ജീവിതം വളരെ കൂടുതൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കവി ഒരിക്കൽ പറഞ്ഞ വർത്തമാനമുണ്ട്. ലൗകാന സഹമൻ വാഹിദൻ ലത്തഖൈതു വലാകിൻ സഹമൻ സാനിൻ വസാലിസു. 1 or 2 അമ്പുകളായിരുന്നെങ്കിൽ എനിക്കെന്നെ 2 കൈകൾ കൊണ്ട് തടുക്കാമായിരുന്നു. പക്ഷേ 2, 3, 4 എന്നല്ല, ചുറ്റുഭാഗത്തു നിന്നും അമ്പിന്റെ ശരവർഷങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ 2 കൈകൾ മാത്രമുള്ള ഞാൻ എങ്ങനെ തടുക്കാനാണ് എന്ന് ചോദിച്ചതുപോലെ ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തും രാജ്യത്തുമൊക്കെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താ? ചുറ്റുഭാഗത്തു നിന്നും ഇസ്ലാമിക ശത്രുക്കളുടെ കരങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനും സമുദായത്തിനും നേരെ ആർത്തിരമ്പി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നതും ബദറിനെ കുറിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതും. എന്താണ് ആ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും കാരണമെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ തന്നെ അതിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഏകനായ പടച്ചറബ്ബിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഏകനായ പടച്ചറബ്ബിന്റെ തൗഹീദിന് വേണ്ടി പണിയെടുത്തു എന്നതല്ലാതെ ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ
മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇസ്ലാമിന് വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്യുന്നു എന്നതല്ലാത്ത ഒന്നും അവർ ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഇന്നും എന്നും നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ മുസ്ലിം സമുദായം അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും മുസ്ലിം സമുദായം കൂടുതൽ കൂടുതൽ എരിത്തിയിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലെയും ഗസയിലെയും സാഹചര്യം പോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായം വംശീയ വിവേചനങ്ങൾ, കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലും ഗസയിലും മാത്രമല്ല, നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നാണ് മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. അതുപോലെ തന്നെയാണ് ചൈനയിലെ ഷിൻജിയ പ്രവിശ്യയിലെ ഉയ്ഗുർ മുസ്ലിങ്ങൾ. അവർ നേരിടുന്ന വെല്ലുവിളികൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. റീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ക്യാമ്പിൽ തീവ്രവാദം തടയാനാണെന്ന പേരിൽ 10 ലക്ഷത്തിലധികം മുസ്ലിം സഹോദരങ്ങളെയാണ് പാർപ്പിച്ചിരിക്കുന്നത് ചൈനയിൽ. മനസ്സിലാക്കണം, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ചൈനയിൽ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ എന്ന പേരിൽ ക്യാമ്പ് തുടങ്ങിയിട്ട് മുസ്ലിം സഹോദരങ്ങളെ 10 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ അവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. തികഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചൈനയിലും മ്യാൻമറിലും ഫലസ്തീനിലും ഗസയിലും മാത്രമല്ല, സുഡാനിൽ, യമനിൽ, ഇപ്പോൾ ഇറാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. ഈ രാജ്യങ്ങളിലെല്ലാം വിശ്വാസികൾ തങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടി, തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി, മുസ്ലിമായി ജീവിച്ച് മരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്, പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ അവസ്ഥയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ കഥയോ അതും വ്യത്യസ്തമല്ലല്ലോ. സമുദായത്തിനെതിരെ, ഇസ്ലാമിക സമൂഹത്തിനെതിരെ സംഘപരിവാരത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഫാഷിസത്തിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു 2014, 2015 ഫ്രിഡ്ജിൽ മാംസം സൂക്ഷിച്ചതിൻ്റെ പേരിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യനെ സംഘപരിവാറിന്റെ വക്താക്കൾ തല്ലിക്കൊന്നപ്പോൾ അതോടുകൂടി മുസ്ലിം സമുദായത്തിന് നേരെയുള്ള സംഘപരിവാറിന്റെ ആക്രമണം അവസാനിച്ചിട്ടുണ്ടാകുമെന്ന് ഒരു പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ചു. പക്ഷെ അവിടെ നിന്നില്ലല്ലോ. പുതിയ പുതിയ കാരണങ്ങളും പുതിയ പുതിയ വേട്ടയാടലുമായി ഇന്നും ഇസ്ലാമിക സമൂഹത്തിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ ഇന്ത്യ രാജ്യത്ത് അവർ സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ധാരാളം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് ഇനിയും അത്തരം സംഭവങ്ങളും നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ ഇങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് മുസ്ലിം സമുദായം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് 2026 ഒരു റമദാനിൽ, വിശിഷ്യ ബദർ ദിനത്തിന്റെ തലേന്ന് ഞാൻ നിങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി, ഇസ്ലാമോഫോബിയ, അതുപോലെ തന്നെ രാഷ്ട്രീയമായ അടിച്ചമർത്തലുകൾ, സാംസ്കാരികമായ കടന്നുകയറ്റങ്ങൾ, ഇതൊക്കെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ എവിടെ നിന്നാണ് ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടത്? എവിടെയാണ് നമ്മൾ പരിഹാരം തേടേണ്ടത്? അതിനാണ് കൃത്യമായ മറുപടി ബദർ എന്ന് പറയുന്നത്. ബദർ എന്ന് പറയുന്ന ചരിത്ര സംഭവത്തിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം കൃത്യമായ പാഠം പഠിക്കാനുണ്ട് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ബദർ എന്ന് പറയുന്നത് വെറുമൊരു യുദ്ധചരിത്രമല്ല. പലപ്പോഴും ബദറിനെ കുറിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് പറയാറുള്ളതും പ്രചരിപ്പിക്കാറുള്ളതും ബദർ കിസ്സകളാണ്, ബദർ ചരിത്രങ്ങളാണ്. അങ്ങനെ കേട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒന്നല്ല ബദർ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ കേട്ട് രസിക്കാനുള്ളതല്ല ബദർ ചരിത്രം എന്ന് പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള ഒരു റമദാനിന്റെ രാവും പകലുമൊക്കെ ആയിട്ട്, വിശുദ്ധ റമദാനിന്റെ പകലിൽ അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബെ കിറാമും ഇസ്ലാമിക ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടിയ ആ ബദർ യുദ്ധ ചരിത്രമുണ്ടല്ലോ, അതൊരു ചരിത്രം പഠിക്കാൻ വേണ്ടി പഠിക്കേണ്ടതല്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം, മുസ്ലിം സമൂഹം പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് തലയുയർത്തി നിൽക്കേണ്ടത്, ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രയാസകരമായി വരുമ്പോൾ
ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതം വഴിമുട്ടുന്ന ഘട്ടങ്ങൾ വരുമ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക? ചങ്കൂറ്റത്തോടെയും ആർജവത്തോടെയും നെഞ്ചുറപ്പോടെ എഴുന്നേറ്റ് നിൽക്കാൻ എങ്ങനെ കഴിയുമെന്ന മനക്കരുത്തിന്റെ പാഠം ബദർ നമ്മ പഠിപ്പിക്കുന്നുണ്ട്. ബദർ മാത്രമല്ല, വിശുദ്ധ റമദാനും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഒരുപാട് പോരാട്ടങ്ങളെ കൊണ്ട്, ബദർ മാത്രമല്ല കേട്ടോ, ഒരുപാട് പോരാട്ടങ്ങളെ കൊണ്ട് ധന്യമായ ഒരു മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. ആ റമദാനും ഒരുപാട് പോരാട്ട വീര്യങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതിൽ മർമ്മപ്രധാനമായ ഒന്ന് മാത്രമാണ് ബദർ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും നീതിയും അനീതിയും, സമത്വവും അസമത്വവും, അധികാരവും അനീതിയും നീതിയും ഒക്കെ തമ്മിലുള്ള പോരാട്ടങ്ങളുടെ കഥകളാണ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുക. ഒരു വശത്ത് പണമോ ആയുധമോ ആൾബലമോ കൊണ്ട് ദുർബലരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് സയനിസ്റ്റ് മനോഭാവങ്ങൾ, മറുവശത്ത് ആത്മബലം കൊണ്ട്, തങ്ങളുടെ വിശ്വാസം കൊണ്ട്, ഈമാൻ കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യന്മാര്. ഈ ഇത്തരത്തിലുള്ള പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അത്യുജ്വലമായ ഒരു അധ്യായമാണ് ബദർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബദർ എന്ന് പറയുന്നത് വെറും ഒരു ചരിത്ര സംഭവമല്ല, അതൊരു അതിജീവനത്തിന്റെ പാഠപുസ്തകമാണ്. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മുസ്ലിം നാമധാരികൾക്ക് പോലും ഇന്ത്യ രാജ്യത്തും ലോകത്തും ജീവിതം പോലും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്നതിന്റെ ഒരു പാഠപുസ്തകമാണ് യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത്. അതങ്ങനെ പഠിക്കാനും അങ്ങനെ മനസ്സിലാക്കാനും കഴിയണം. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെന്ന് തോന്നുമ്പോഴും, തങ്ങൾ വേട്ടയാടപ്പെടുമ്പോഴും, തകർക്കപ്പെടുമെന്ന് തോന്നിക്കുമ്പോഴുമൊക്കെ ഒരു സമൂഹം എങ്ങനെയാണ് പതറാതെ പിടിച്ചു നിൽക്കേണ്ടത് എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ അമേരിക്ക ലോക പോലീസ് സമന്വകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇസ്രായേൽ എന്ന ചട്ടമ്പി രാഷ്ട്രം ഇവിടെ വലിയ ചട്ടമ്പിയായി സമന്വകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ അവസ്ഥ എന്താ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുക എന്നതാണ്. അങ്ങനെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന ആധുനിക കാലഘട്ടത്തിൽ ഭയത്തിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് ബദർ നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ്. എന്താണ് ബദർ? എന്തായിരുന്നു ബദർ? ആ ബദർ എന്താ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്താൻ തുടങ്ങി. തൗഹീദിന്റെ പ്രചാരകനായി മാറി. തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. അതിന്റെ ഭാഗമായി ഒപ്പം കൂടിയവർക്കുൾപ്പെടെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബഹിഷ്കരണങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ നീണ്ട 13 വർഷക്കാലം ഒരുപാട് മർദ്ദനങ്ങളും യാതനകളും ഒക്കെ സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബും കൂട്ടരും ഇസ്ലാമിന്റെ മാർഗത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 13 വർഷം കൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഊതിക്കാച്ചിയ പൊന്നുപോലെ നമ്മളൊക്കെ മോരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ ആ മക്ക രാജ്യത്ത് നിന്ന്, ആ വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടഞ്ഞെടുക്കുകയായിരുന്നു, ഉരുത്തിരിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്ത ആ നല്ലൊരു ടീമുണ്ടല്ലോ, ആ ടീമിനെ ഘട്ടം ഘട്ടമായിട്ട് മദീനയിലേക്ക് അയക്കുകയാണ്. എന്തിനാ മദീനയിലേക്ക് അയക്കുന്നത്? പല ആളുകളും പറയാറുണ്ട് ഹിജ്റ എന്ന് പറയുന്നത് ഒളിച്ചോട്ടമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. വിഡ്ഢിത്തരമാണ്. ഒളിച്ചോട്ടമായിരുന്നില്ല. പിന്നെ മക്കയിൽ മതസ്വാതന്ത്ര്യം തടയപ്പെട്ടപ്പോ, ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോ, ഇസ്ലാമായി ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോ അതിന് പറ്റുന്നൊരു മണ്ണ് നോക്കി പോവുകയായിരുന്നു. ആ മദീനയിൽ പോയിട്ട് അങ്ങനെ സുഖിച്ച് ജീവിക്കാനല്ല, സുഖലോലുപരായിട്ട് ഒരുപക്ഷെ നമ്മിൽ പലരും ചെയ്യുന്നത് പോലെ ഒരു സേഫ് സോണിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ മദീനയിൽ പോയിട്ട് ഇസ്ലാമിന്റെ വിത്ത് പാകാൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കടന്നെടുത്ത ഈ വിഭാഗത്തെ മദീനയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ മദീന കേന്ദ്രമായി ഒരു ഇസ്ലാമിക ക്രമത്തിന് തുടക്കം കുറിച്ചു. അവിടെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, വേറെ പല വിഭാഗങ്ങളും അവിടെയുണ്ട്. അവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക സ്റ്റേറ്റിന്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് റസൂൽ അടിത്തറയിട്ടു.
എല്ലാവരെയും രാജപൗരന്മാരെന്ന അർത്ഥത്തിൽ അംഗീകരിക്കുകയും അവരെല്ലാവരും കൂടി സംരക്ഷിക്കേണ്ട ഒന്നാണ് മദീന എന്ന അടിസ്ഥാനത്തിൽ, മുസ്ലിങ്ങൾ മാത്രമല്ല, മദീനക്കകത്തുള്ള ജൂതനും ക്രിസ്ത്യനും യഹൂദിയും എല്ലാവരും കൂടി സംരക്ഷിക്കേണ്ടുന്ന നമ്മുടെ ഒരു രാഷ്ട്രം എന്ന അർത്ഥത്തിൽ ഒരു മദീന രാഷ്ട്രത്തിന് രൂപം കൊടുത്തു. അങ്ങനെ അവിടെ ദീനീ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയും ആ വിശ്വാസ സമൂഹത്തെ വെറുതെ ഇരിക്കാൻ, അടങ്ങിയിരിക്കാൻ, സ്വസ്ഥത കൊടുക്കാൻ മക്ക ഖുറൈശികൾ സമ്മതിച്ചില്ല. ഈ മദീനയെ, ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് മക്കക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. കാരണം സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഉണ്ടായിരുന്നത് പുരോഹിത മതമല്ല, പ്രവാചക മതമായിരുന്നു. ഇത് ശരിക്കും നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ലോകത്ത് രണ്ട് മതമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് പ്രവാചക മതമാണ്, അഥവാ പ്രവാചകന്മാർ പഠിപ്പിച്ച മതം, പ്രവാചകന്മാർ കാണിച്ച മതം. മറ്റൊന്ന് പുരോഹിത മതമാണ്. അത് അധികം വിശദീകരിക്കേണ്ടതില്ലല്ലോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോട്. അപ്പൊ എന്തുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് ആ മദീനയിൽ വന്നപ്പോഴും പ്രവാചകനെയും അനുയായികളെയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഖുറൈശികൾ ഉൾപ്പെടുന്ന മക്കക്കാർ ശ്രമിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, അത് പുരോഹിത മതമായിരുന്നില്ല, അത് പ്രവാചക മതമായിരുന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, കൊള്ളരുതായ്മകൾക്കെതിരെ, വൃത്തികേടുകൾക്കെതിരെ, പലിശക്കെതിരെ, തമ്മാടിത്തരങ്ങൾക്കെതിരെ, അരാജകത്വത്തിനെതിരെ, അതിനെതിരെ ശബ്ദിക്കുന്ന, വിരൽ പൊക്കുന്ന ഒരു മതമായിരുന്നു പ്രവാചക മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ പ്രവാചക മതത്തെ ആ മദീനയിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പണിയെടുത്തു. നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത സമുദായം എന്ന നിലക്ക് ഇതിനെ കൊണ്ടു നടക്കാനും സഹകരിക്കാനൊക്കെ എല്ലാവരും തയ്യാറായിരിക്കും. എന്ന് പറഞ്ഞാൽ പുരോഹിത മതത്വം എന്ന് പറഞ്ഞാൽ അത് 4 ചുമരുകൾക്കുള്ളിൽ വളരെ സേഫായിരിക്കും, പുറത്തേക്ക് ഇറങ്ങൂല, സമൂഹത്തിലേക്ക് ഇറങ്ങൂല. അവിടെ എന്തോ നടക്കട്ടെ, പലിശയോ വ്യഭിചാരമോ തട്ടിക്കൊണ്ടുപോക്കോ അനീതിയോ അഴിമതിയോ അക്രമമോ എന്തോ നടന്നോട്ടെ, എന്ത് സംഭവിച്ചാലും ശരി, അതൊന്നും ഞങ്ങളുടെ ബാധകമല്ല. നമ്മളെ പണി എന്തെന്നാ, അത് പള്ളിക്കകത്ത് നമസ്കരിക്കുക, ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക, ഇതിനപ്പുറമൊന്നും നമ്മൾ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹത്തെ മൊത്തം ഷണ്ഡീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അവരെ കൊണ്ട് ഭരണകൂടത്തിനും ഒരു കുഴപ്പമില്ല, ഭരണകൂടത്തെ കൊണ്ട് അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതല്ലേ. കേരള പശ്ചാത്തലമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് മനസ്സിലാവും. അങ്ങനത്തെ ഒരു പുരോഹിത മതത്തെ കൊണ്ട് ഭരിക്കുന്നവർക്കൊരു ശല്യം ഉണ്ടാകൂല, ഭരണകർത്താക്കളെ കൊണ്ട് ഇവർക്കൊരു ശല്യം ഉണ്ടാകൂല. അതാണ് അതിന്റെ പ്രത്യേകത. രണ്ടു കൂട്ടരും സേഫ് സോണിലായിരിക്കും. എന്നാൽ പ്രവാചക മതം അങ്ങനെയല്ല. ആ ഖുറൈശി സമൂഹം ഭയപ്പെട്ടത് പ്രവാചക മതത്തെയായിരുന്നു. കാരണം അനീതിക്കാരന്റെ കൈപിടിക്കുന്ന, അഴിമതിക്കാരന്റെ കൈപിടിക്കുന്ന, അക്രമിയുടെ കൈപിടിക്കുന്ന മതമാണ് പ്രവാചക മതം എന്ന് പറയുന്നത്. ഇന്നും ആ പ്രവാചക മതത്തെയാണ് എല്ലാവരും ഭയപ്പെടുന്നത്. അന്ന് അബൂജഹലും കൂട്ടരും വല്ലാതെ പേടിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബദർ യുദ്ധം നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആരാന്നറിയോ? അബൂജഹലാണ്. ചരിത്രം നമുക്കറിയാം, സമയമല്ലത് വിശദീകരിക്കാൻ. ഈ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അബൂ സുഫിയാന്റെ കച്ചവട ചരക്കുമായ ഒരു വിഷയമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അബൂ സുഫിയാൻ വളരെ സേഫായിട്ട് മക്കയിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകൾ വന്ന് പറയുകയാണ്, ആ അബൂ സുഫിയാന്റെ കച്ചവട ചരക്കിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, എന്നാൽ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോഴും പറ്റൂല, യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് വാശി പിടിച്ചാൽ അബൂജഹലാണ്. അതുകൊണ്ട് തന്നെ അബൂജഹലിന്റെ ഒറ്റ വാശിയിലാണ് ബദർ നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത്, ഈ അബൂജഹൽ ഉൾപ്പെടുന്ന ആളുകൾ ഭയപ്പെട്ടത് എന്തിനെയാണ്? ഈ പ്രവാചക മതത്തെയാണ്. അപ്പൊ അബൂജഹൽ മാത്രമല്ല, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ 21ാം നൂറ്റാണ്ടിലെ ആധുനിക കാലഘട്ടത്തിലെ അബൂജഹലുമാരും ഭയപ്പെടുന്നത് ഈ പ്രവാചക മതത്തെയാണ്. ഈ രണ്ട് മതം ഒന്നുണ്ട് കേട്ടോ. രാജ്യത്തും ലോകത്തും കേരളത്തിലും എല്ലായിടത്തും ഉണ്ട് ഈ രണ്ട് മതം ഒന്നുണ്ട്. ഏത്? പ്രവാചക മതമുണ്ട്, പുരോഹിത മതമുണ്ട്. ഇന്നത്തെ അഭിനവ ഫറോമാർ, ആധുനിക കാലഘട്ടത്തിൽ അബൂജഹലുമാർ, ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും ട്രംപ് ആണെങ്കിലും മോഡി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും അവർക്കൊക്കെ ബേജാറ് അസ്വസ്ഥത എന്തുകൊണ്ടാണെന്നറിയോ? പ്രവാചക മതത്തിന്റെ ആളുകൾ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ പേടിയുള്ളത് കൊണ്ടാണ് ലോകത്തും രാജ്യത്തുമൊക്കെ ഇസ്ലാമോഫോബിയ വളർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മദീന കേന്ദ്രമാക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന വളരെ കടന്നെടുത്ത് ഈ സമൂഹത്തെ ഇല്ലാതാക്കാൻ വീണ്ടും മക്കക്കാർ നിരന്തരമായി പരിശ്രമിച്ചപ്പോ ആ ശത്രുവിനെതിരെ മുസ്ലിം സമൂഹം നടത്തിയ വിജയ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ആ ബദറിനെ വായിക്കണം.
അല്ലാതെ ഒരു കഥ പറച്ചിലായാൽ നമുക്കൊന്നും പഠിക്കാൻ ഇതിലുണ്ടാവില്ല. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ബദറിനെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ. അപ്പൊ ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ബദർ സംഭവിക്കുന്നത്. ആ ബദർ പ്രത്യേകിച്ചും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ അത് വെക്കുന്നുണ്ട്. ഒരുപാട് പാഠങ്ങൾ ബദർ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ബദർ ആധുനിക കാലത്ത് ബദർ നമ്മോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കുക. എവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് പക്ഷം ഉണ്ടാവും. ഇവിടെ ബദർ നമ്മോട് പഠിപ്പിക്കുന്നു, ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നാണ്. നീതിയും അനീതിയും തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ, സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, ഇരകളും വേട്ടക്കാരും തമ്മിൽ നേർക്കുനേരെ നിൽക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നിങ്ങൾ ആരുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്നതാണ് ബദർ നമ്മോട് ചോദിക്കുന്നത്. ഇതാണ് ചോദ്യം. ഇത് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാ. അധർമ്മികൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യരിൽ രണ്ട് വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗത്തെ കൊണ്ട് അവരെ പ്രതിരോധിക്കുമെന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അധർമ്മം ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗത്തെ കൊണ്ട് അവരെ പ്രതിരോധിക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രതിരോധിക്കുമ്പോൾ ഏത് വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടും എന്നതാണ് ചോദ്യം. വിശുദ്ധ ഖുർആൻ സൂറ ബഖറയിലൂടെയൊക്കെ അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജാലൂത്ത് എന്ന് പറയുന്ന അധർമ്മകാരിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലൊക്കെയാണ് ആ വർത്തമാനങ്ങൾ പറയുന്നത്. എന്തായിരുന്നാലും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അതാണ്, നമ്മൾ അക്രമിയുടെ കൂടെയാണോ അതോ അക്രമത്തിന് ഇരയാകുന്ന ആളുകളുടെ കൂടെയാണോ എന്നാണ് ചോദ്യം. ലോകത്ത് സയനിസമാകട്ടെ, ഫാഷിസമാകട്ടെ, ആരാവട്ടെ, മാനുഷിക മൂല്യങ്ങളും മതപരമായ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവരെ പ്രതിരോധിക്കേണ്ടത്, അവർക്കെതിരെ എഴുന്നേറ്റ് നിൽക്കേണ്ടത് വിശ്വാസി സമൂഹത്തിന്റെ കടമയാണ്. നിങ്ങൾ അക്രമങ്ങൾക്ക് ഇരകളാകുന്ന ആളുകൾക്കൊപ്പമാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബദറിലും അതാണല്ലോ കണ്ടത്. മദീനയിൽ ഒരു കൊച്ചു വിശ്വാസി സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അള്ളാഹുവിന്റെ സഹായത്താൽ അവർ അതിനെതിരെ പ്രതിരോധിക്കുകയായിരുന്നു. അത് റബ്ബിന്റെ ഒരു നടപടിക്രമം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് തന്നെ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള മർദ്ദിത ജനതയ്ക്ക് വേണ്ടി ലോകശക്തികളെ ഭയപ്പെടാതെ നിലകൊള്ളുന്ന രാജ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രതിരോധിക്കുന്ന പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബദറിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നും ലോകത്ത് അക്രമങ്ങൾക്ക് ഇരകളാകുന്ന, ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളും സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെങ്ങനെ ആണോ അല്ലേ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യണം. നമ്മൾ വേറെ ആലോചിക്കേണ്ടതാ. നമ്മൾ വ്യക്തിപരമായിട്ട് ആലോചിക്കുക. ലോകത്തങ്ങനെ ആഗോളതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ ഇങ്ങനെ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് ഇസ്രയേലാവട്ടെ, അമേരിക്കയാവട്ടെ, ഇനി ഇവിടെ നിന്ന് ഇന്ത്യയിലാവട്ടെ, എവിടെയാവട്ടെ, ആരാവട്ടെ, ഇത്തരമൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആക്രമിക്കപ്പെടുന്ന ഇരയുടെ കൂടെ നിൽക്കാൻ ഉള്ളൊരു മനസ്സ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ എന്നുള്ളത് ബദറിന് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാമല്ലോ, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ അതിൻ്റെ പേരിൽ നേരിടുന്ന ഉപരോധങ്ങളും വെല്ലുവിളികളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ബദറിന് മുമ്പും വിശ്വാസി സമൂഹം നേരിട്ട പ്രതിരോധങ്ങളെയാണ്. അതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ബദറിനെ പഠിക്കുമ്പോൾ അതെന്തോ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു ബദർ കിസ്സ, അങ്ങനെയല്ല. അതിനപ്പുറം ഈ പുതിയ സാഹചര്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ബദറിനെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ വേണം. ബദറിന് മുമ്പ് മക്ക കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രതിരോധങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ബഹിഷ്കരണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, 3 വർഷത്തോളം ശുഅബ് അബീ ത്വാലിബിൽ ബഹിഷ്കരണം അനുഭവിക്കേണ്ടി വന്നപ്പോ മരത്തിലെ ഇലകളാണ് എടുത്ത് ഭക്ഷിച്ചത്. റസൂലിന്റെ കുടുംബവും ഒക്കെ ഭക്ഷിക്കാനൊന്നുമില്ലാതെ ചെരുപ്പിന്റെ വാറ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുക. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അത് ഇസ്ലാമിന് വേണ്ടിയിട്ടാ. പിന്നെ ഭക്ഷണമൊന്നും കിട്ടാതെ മരത്തിന്റെ ഇലകളെടുത്ത് പറിച്ച് ഭക്ഷിക്കുക. അങ്ങനെ മരത്തിന്റെ ഇലകൾ തിന്നിട്ട് ചരിത്രം പറയുന്നുണ്ട്, അവര് കാഷ്ടിച്ചത് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ. അള്ളാഹിന്റെ ഹബീബിനെ കുറിച്ചാണ് ഈ പറയുന്നത്, ഇസ്ലാമിനുടെ ത്യാഗ. അപ്പൊ ബദറിന് മുമ്പും ഒരുപാട് ത്യാഗങ്ങളും പ്രതിരോധങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ അനുഭവിക്കുകയും നേരിടുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പശ്ചാത്തലത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മർദ്ദനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സമൂഹങ്ങൾക്ക് അത്താണിയായി, ആശ്വാസമായി പല രാജ്യങ്ങളും പല പ്രസ്ഥാനങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ബദറിന്റെ അതിജീവന പോരാട്ടത്തിന്റെ പാഠം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇറാനിന്റെ തെരുവുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഇറാനിലെ ഇപ്പോഴത്തെ ഷിയാ സുന്നി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയെക്കാളും ഇസ്രയേലിനേക്കാളൊക്കെ വലിയ ശത്രു ഇറാനികളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം സംഘടനകളുണ്ട്. ഖേദകരമാണ് അവസ്ഥ. അറിയാലോ വിഷയങ്ങളൊക്കെ. ഇറാനിൽ ഷിയാ മുസ്ലിം പ്രശ്നങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഫലസ്തീന് ഈ ഇസ്രയേലിനേക്കാളും അമേരിക്കയെക്കാളും ഒക്കെ വലിയ ശത്രുക്കളാണ് ഇറാനികളും ഷിയാക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എഴുതി വിട്ടിട്ട് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സമുദായത്തിനകത്ത് ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിക്കേണ്ട സമയമാണിത്. നോക്കൂ നിങ്ങൾ, ഫലസ്തീൻ പോലെ ലോകത്ത് മർദ്ദനങ്ങൾക്കിരയാകുന്ന ജനതയ്ക്ക് വേണ്ടി എന്നും എഴുന്നേറ്റ് നിന്നവരാണ് ഇറാനികൾ. മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കുകയൊക്കെ വേണ്ടതാ. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന ആയത്തുല്ലാ ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവര് ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയും ഫലസ്തീൻ വിമോചനം എന്ന് പറയുന്നത് തങ്ങളുടെ ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. വേറെ ആരങ്ങനെ ചെയ്തിട്ടുള്ളത്? OIC-യിൽ അമ്പത്തോളം രാഷ്ട്രങ്ങളുണ്ട്. ആർജവത്തോടൊരു ചെറുവിരൽ അനക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആയത്തുല്ലാ ഖുമൈനി അധികാരത്തിൽ വന്നപ്പോ ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം എന്താ അവരുടെ നിലപാടെന്നറിയോ? ഫലസ്തീൻ വിമോചനം എന്ന് പറയുന്നത് അത് തങ്ങളുടെ ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, വെറും രാഷ്ട്രീയമായ പിന്തുണ മാത്രമല്ല ഇറാൻ കൊടുത്തത്. ഫലസ്തീനിന് ആയുധ പരിശീലനം നൽകി, ആയുധങ്ങൾ നൽകി. തെറ്റിദ്ധരിക്കേണ്ടതില്ല, തീവ്രവാദം വളർത്താനല്ല. പിന്നെ പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന, മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനുള്ള സപ്പോർട്ടായിരുന്നു അത്. ആയുധങ്ങൾ കൊടുത്തു, പരിശീലനങ്ങൾ കൊടുത്തു. ഗസയിലെ ഹമാസ്, ഇസ്ലാമിക ജിഹാദ് തുടങ്ങിയ പോരാളി ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും സൈനിക പരിശീലനങ്ങളൊക്കെ എല്ലാം ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ലബനിലെ ഹിസ്ബുള്ളയുണ്ട്, യമനിലെ ഹൂത്തികളുണ്ട്. ഇവരൊക്കെ പാടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സായുധ ഗ്രൂപ്പുകളുടെ ഒരു ഔദ്യോഗിക ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്, അനൗദ്യോഗിക ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് ഇറാൻ. എല്ലാ വർഷവും വിശുദ്ധ റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അൽ ഖുദ്സ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് ആരാന്നറിയോ? ഇറാനാണ്. ഇറാൻ ഇങ്ങനെ ഒരുപാട് ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ ഇങ്ങനെ ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ ആർജവത്തോടു കൂടിയുള്ള നിലപാടെടുത്ത ഇറാൻ, ആ ഇറാനിൽ ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആരാ? ഇസ്രയേലും അമേരിക്കയും ചേർന്നിട്ട്. ഈ സമയത്ത് ചില ആളുകൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അറിയോ? അവരാണ് ഏറ്റവും വലിയ ശത്രുക്കളെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ബദർ നമ്മോട് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ മാറ്റിവെക്കുക. എന്നിട്ട് അക്രമിയോടൊപ്പമല്ല നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങളെ വാക്കുകൊണ്ട് പോലും നിങ്ങൾ അക്രമിയെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ചില ആളുകളുടെ സോഷ്യൽ മീഡിയ വർത്തമാനങ്ങളും ഡയലോഗുകളും കമന്റുകളും പോസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്കൊക്കെ ഇസ്രയേലും അമേരിക്ക ഒന്നല്ല പൊതുശത്രു, ഇറാനാണ്, ഷിയാക്കളാണ് എന്ന രീതി. അതൊക്കെ വേറെ വിഷയമാണ്, ഷിയാസുന്നൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മുടെ ലോകത്ത് തന്നെ വിശിഷ്ട മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല കേട്ടോ, പൊതുശത്രുവായിട്ട് ഈ സയനിസ്റ്റുകളും ഫാസിസ്റ്റുകളും ഒക്കെ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോ ആ അക്രമികൾക്കെതിരെ ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം നമ്മളിവിടെ നന്നാവിന്ന വർത്താനങ്ങൾ പറഞ്ഞാൽ ഇതൊന്നും പടച്ചോൻ പൊറുക്കാത്ത കാര്യങ്ങളാ. അപ്പൊ ബദറിന് മുമ്പിൽ വെച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദർ ഒന്നാമതായിട്ട് നമ്മോട് പറയുന്നത് ലോകത്തും രാജ്യത്തും നിങ്ങളുടെ നാട്ടിലും സമൂഹത്തിലും അയൽപക്കത്തും നിങ്ങളുടെ പഞ്ചായത്തിലും നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലും നിങ്ങളുടെ വാർഡിലും ആക്രമിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ അത് ജാതി മതമൊന്നും നോക്കണ്ട. ആ ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കാൻ, ഇരകളുടെ കൂടെ നിൽക്കാൻ, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാൻ,
കണ്ണീരൊലിപ്പിക്കുന്നവന്റെ കണ്ണീര് തുടച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് ബദർ നമ്മോട് ചോദിക്കുന്നത്. ഇതൊന്നും നമ്മൾ പറയൂല. എന്താ പറയുക? നമ്മളിങ്ങനെ ബിരിയാണി, നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ അവസ്ഥ അറിയില്ല, നാട്ടിലൊക്കെ ഒന്ന് നോക്കണം നിങ്ങൾ അല്ലെ, ബിരിയാണി ചെമ്പിന് 5 കളിയായിരിക്കും. എന്നിട്ട് ഇങ്ങനെ മത്സരിക്കാണ് പള്ളി കമ്മിറ്റിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകാൻ, വിമർശിക്കല്ല കേട്ടോ, ഇത് കണ്ടാൽ നമുക്ക് എന്താ തോന്നിപ്പോകാൻ അറിയോ? റമദാൻ 17 ബദരീങ്ങളും അള്ളാന്റെ ഹബീബത്ത് അവിടെ ഇങ്ങനെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യായിരുന്നു എന്നാ നമുക്ക് തോന്നിപ്പോകുക. അമ്മാതിരി കാട്ടിക്കൂട്ടലൊക്കെയാണ് ഈ പുരോഹിത മതം പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ സമുദായത്തിനകത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രശ്നമുള്ള കാര്യമാണല്ലോ. എന്താ ചോദിക്കണത് ബദർ? നിങ്ങളുടെ നാട്ടിൽ കണ്ണീരൊലിപ്പിക്കുന്നവന്റെ കണ്ണീര് തുടച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാ? അക്രമങ്ങൾക്ക് ഇരകളായിക്കൊണ്ടിരിക്കുന്നവന്റെ കൈ പിടിച്ചവന് സാന്ത്വനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാ ചോദിക്കണത്? അത് പ്രശ്നമുള്ള കാര്യ, അത് മേത്ത് തട്ടുന്ന കാര്യ, അത് ബിരിയാണി വെച്ച് കൊടുക്കണ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലുണ്ടാക്കണം. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് നമ്മൾ. സമൂഹത്തിൽ നമുക്ക് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും. അതാ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, ഫമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. വല്ലാത്തൊരു ചോദ്യമാണത്. ഫമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പൊരുതാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ ന്യായം? എന്നിട്ട് ഖുർആൻ വിശദീകരിക്കുക. കൃത്യമായി ഈ പുതിയ കാലഘട്ടത്തിൽ അവസ്ഥയെ വരച്ചു കാണിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, വൃദ്ധന്മാർക്ക് വേണ്ടി. എന്താ അവരുടെ പ്രത്യേകത? അവര് കൈ നീട്ടിക്കൊണ്ടിരിക്കുക, അവർ കൈപൊക്കിക്കൊണ്ടിരിക്കുക. റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിം, പടച്ച റബ്ബേ, അക്രമികളായ മർദ്ദകരായ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഒരു സഹായിയെ തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിക്കാൻ വേണ്ടി കൈപൊക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരു സഹായത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം എന്നാ? നമ്മളിപ്പോഴും സേഫ് സോണിലാ, അങ്ങനെ തന്നെയല്ലേ? നമ്മളിപ്പോഴും വലിയ പരിക്കൊന്നുമില്ലാതെ ഒരു സുരക്ഷിത ഏരിയയിലാണ് നമ്മളുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ പടച്ചിറപ്പെന്ന് ഒരു സേഫ് സോണിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്തരം സോണിൽ ഇല്ലാത്തവർക്ക് വേണ്ടി കൈവക്കാൻ വേണ്ടിയിട്ടാ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടിയിട്ടാ. ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മളിവിടെ ഇങ്ങനെ ഈ സുരക്ഷിത മേഖലയിൽ ഇങ്ങനെ സുഖിച്ച് ആരമാദിച്ചിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്കും നാളെ മറ്റന്നാൾ സേഫ് സോൺ ഇല്ലാത്തൊരവസ്ഥ വരും, സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. വിശദീകരിക്കണ്ടല്ലോ. യുപിയിലും ഗുജറാത്തിലും ബീഹാറിലും മഹാരാഷ്ട്രയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ എവിടേക്ക് എത്തിയെന്നറിയോ? കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെത്തിയിട്ടുണ്ട് ഫാസിസ്റ്റുകളുടെ സംഹാര താണ്ഡവം. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ ഈ ഉക്കടത്ത്, കരിമ്പക്കട ഈ പ്രദേശത്ത് നമ്മൾ സുരക്ഷിതരാണ്, സേഫാണ്, നിസ്കരിക്കാൻ കുഴപ്പമില്ല, പള്ളിയിൽ വരാൻ കുഴപ്പമില്ല, ആരാധന ചെയ്യാൻ കുഴപ്പമില്ല, തൊപ്പിയിട്ട് നടക്കാൻ പ്രശ്നമില്ല, മുസ്ലിമായിട്ട് ജീവിക്കാനും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ്. അത് താൽക്കാലികം മാത്രമാണ്. എങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ പണിയെടുത്തിട്ടില്ലെങ്കിൽ? അപ്പൊ ഖുർആൻ ചോദിക്കുകയാണ്, ഒരു സമൂഹം നിലവിളിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ സഹായിക്കണം, ആരുമില്ലേ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ എന്നൊരു വിഭാഗം അലമുറയിട്ട് കൊണ്ടിരിക്കുമ്പോ അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ എന്തുണ്ട് മനുഷ്യരെ നിങ്ങൾക്ക് ന്യായം എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ കൊള്ളണം. നമ്മൾ ഉത്തരം കണ്ടെത്തണം അതിന്. അപ്പൊ ഒന്നാമത് പറഞ്ഞതെന്താ? ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കാൻ ആ ബദർ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇത് നിരന്തരം നമ്മൾ സ്വന്തത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് എവിടെയായിരുന്നാലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അമേരിക്ക വന്നിട്ട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ മാത്രമാണ് ഈ വിഷയം നല്ല പറഞ്ഞത് കേട്ടോ. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത്, നമ്മുടെ വാർഡിൽ, നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടല്ലോ അക്രമങ്ങൾക്കിരയാകുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവന്റെ കൈ പിടിച്ചൊപ്പം നിൽക്കണം എന്നാണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇതാണ് പ്രവാചക മതത്തിന്റെ ഉത്തരവാദിത്വം. പുരോഹിത മതത്തിന്റെ ആളുകൾ ഇത് പറയൂല. ഇത് പ്രവാചക മതത്തിന്റെ ഉത്തരവാദിത്ത. ഇത് നമ്മൾ പറയാനും പഠിക്കാനും പഠിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് ബദർ നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. അതെന്താണെന്നറിയോ? മനുഷ്യ സമൂഹത്തിന്റെ പൊതുവെയും വിശിഷ്യ മുസ്ലിം സമൂഹത്തിന്റെ ഐക്യമാണ്. ഐക്യമുണ്ടാകണമെന്നാ പറയണത്. ബദറിനെ കുറിച്ച് പറയുമ്പോൾ അത്തരമൊരു വശം കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ആഗോള ദേശീയ സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇറാന്റെ വിഷയം പറഞ്ഞല്ലോ. ഇറാനില് ഇപ്പോ അയത്തുല്ലാ ഖുമൈനി ഷഹീദായി ഒക്കെ നമുക്കറിയാം.
അതിനൊരു പല പല കാരണങ്ങളും അതിനുണ്ട്. പക്ഷെ ഒരു കാരണം എന്താണെന്നറിയോ? അവിടുത്തെ ആഭ്യന്തര വിഷയങ്ങളാ, അല്ലേ? ആഭ്യന്തര വിഷയങ്ങളാ, അതൊരു കാരണം തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദർ നൽകുന്നൊരു പാഠം എന്താ പറയുക ഈ പശ്ചാത്തലത്തിൽ? മുസ്ലിം സമുദായമേ, നിങ്ങൾക്ക് ഐക്യം വേണം, ഒത്തൊരുമ വേണം, ഒന്നിച്ച് നിൽക്കാൻ കഴിയണം. മുഹാജിറുകളും അൻസാറുകളും വിവിധ ഗോത്രങ്ങളിലുള്ളവരായിരുന്നു. പക്ഷേ ബദറിനെ കുറിച്ചുള്ള വിവരം അറിയിച്ചപ്പോ അവരുടെ ആ വിഷയത്തിലുള്ള ഐക്യം, ആ ഒത്തൊരുമ, അത് നമ്മൾ പഠിക്കേണ്ടതാ. ഒരു ഭാഗത്ത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ നേരിടാൻ വേണമെങ്കിൽ കച്ചവട സംഘത്തെ നേരിട്ട കച്ചവട ചരക്ക് കിട്ടും, വലിയ പരിക്കൊന്നും പറ്റൂല. വലിയ പരിക്കൊന്നും പറ്റൂല, കച്ചവട ചരക്ക് കിട്ടും. മറുഭാഗത്ത് അബൂജഹലും കൂട്ടരുണ്ട്, അവർ ആയുധങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞെന്താ പറ്റുകയെന്നറിയോ? ചിലപ്പോൾ ശരീരം നഷ്ടപ്പെട്ടു എന്ന് വരും, ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വരും. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൂട്ടി, അൻസാറുകളെയും മുഹാജിറുകളെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഏതിനെ നേരിടണം? അതിന് വേണോ ഇതിനെ വേണോ? ഐക്യത്തോടെ പറഞ്ഞ വർത്താനം എന്താ അറിയോ? അത് പോട്ടെ അബൂ സുഫിയാൻ, അത് പോകട്ടെ. നമുക്ക് നേരിടേണ്ടത് ഇസ്ലാമിക സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ അബൂജഹലും കൂട്ടരും ഉണ്ടല്ലോ, അവർ നമുക്ക് നേരിടാം. നോക്കൂ നിങ്ങൾ, ശരീരം പോയാലും കുഴപ്പമില്ല, ജീവൻ പോയാലും കുഴപ്പമില്ല, ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെയും ഭൂമി ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അബൂജഹലും കൂട്ടരും, അവരെ നമുക്ക് നേരിടാം. എന്നിട്ട് അവരുടെ ഐക്യം എന്താണെന്നറിയോ? അൻസാറുകളും മുഹാജിറുകളെ കൊടുത്ത വ്യത്യസ്തങ്ങളായ മറുപടി നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലേ, മൂസാ നബിന്റെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ പറയൂല. എന്താ പറഞ്ഞേ? നീയും നിന്റെ പടച്ചവനും പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങളിങ്ങനെ ഗാലറിയിൽ ഇങ്ങനെ കാണാം. അതാ പറഞ്ഞേ, മൂസാ നബിന്റെ ആളുകൾ അതാ പറഞ്ഞത്. നീയും നിന്റെ പടച്ചവനും പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങളിങ്ങനെ അതൊക്കെ ഗാലറിയിൽ ഇങ്ങനെ കണ്ടിരിക്കാന്നാ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ പറയൂല. റസൂലേ എന്താ പറഞ്ഞ മറുപടി അറിയോ? സമുദ്രത്തിന്റെ നടുക്കടലിലേക്ക് എടുത്തു ചാടാൻ ആവശ്യപ്പെട്ടാലും ഞങ്ങളത് ചെയ്യും റസൂലേ എന്നാ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഈ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുമ്പോൾ അവിടെ മുഹാജിറുകളും അൻസാറുകളും ഉൾപ്പെടെയുള്ള ആ സ്വഹാബെ കിറാം വ്യത്യസ്ത ഗോത്രക്കാരായിരുന്നു അവർ. എന്നിട്ട് പോലും ഈ പൊതുശത്രുവിനെ മുമ്പിൽ കണ്ടപ്പോൾ അവർ ഐക്യപ്പെട്ടു എന്ന ആ ഒത്തൊരുമയുണ്ടല്ലോ, അത് ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന് പുതിയ കാലഘട്ടത്തിൽ വലിയ പാഠമാണെന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗോള ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഐക്യം അനിവാര്യമാണ്. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചല്ലോ, അനിവാര്യമാണ് നമ്മുടെ ഐക്യം. പക്ഷെ പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ വക്താക്കൾ പരസ്പരം തൊഴുത്തിൽ കുത്തും പാരവെപ്പുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഖേദകരമായ അവസ്ഥ. സമുദായത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. പക്ഷേ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നേറാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 5 പേരിലും ഒരേപോലെ അല്ലല്ലോ, അല്ലേ? ഒരു വീട്ടിൽ 5 മക്കൾ ഒരേപോലെ ആകൂല എന്ന് പറഞ്ഞതുപോലെ സമുദായത്തിനകത്ത് ഫിഖീപരമായിട്ടും അല്ലാതെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷെ അവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ഐക്യപ്പെടാവുന്ന മേഖലകളിൽ ഐക്യപ്പെടാൻ മുസ്ലിം സമുദായത്തിന് ദേശീയ തലത്തിലും ആഗോളതലത്തിലും ഇനിയും കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിനെ ബാധിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ചെരുപ്പും ഷൂസൊക്കെ ധരിക്കാറുണ്ടല്ലോ. ചെരുപ്പും ഷൂസൊക്കെ ധരിച്ചാൽ പുറത്തുള്ള കല്ലും മുള്ളും, അല്ലെ, കുപ്പിച്ചില്ലും എത്ര ഉണ്ടെങ്കിൽ അതിനൊക്കെ ചവിട്ടി മതിച്ച് നമ്മൾക്ക് അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതേസമയം നമ്മൾ ധരിച്ച ഷൂവിൻ്റെ അകത്ത് ചെറിയൊരു കല്ല് കയറി കൂടിയാലോ നമ്മുടെ നടത്തം തന്നെ പ്രയാസമായിട്ട് മാറും. എന്നതുപോലെയാണ് മുസ്ലിം സമുദായത്തിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് ഒന്നിക്കാവുന്ന മേഖലകളിൽ ഒന്നിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പ്രയാസമായിട്ട് മാറും. അപ്പോൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ എളുപ്പമാകുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാ. അങ്ങനെ പ്രയാസകരമായ മുന്നോട്ടുള്ള പോക്ക് പ്രയാസകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മുസ്ലിം സമുദായം ഇന്ത്യ രാജ്യത്തും ആഗോളതലത്തിലും മുന്നോട്ട് പോകുന്നത്. ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ല, നമുക്കറിയാം. എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയോ? പണ്ട് ഒരു കഥ പറയാറുണ്ട്. ജർമ്മനിയിൽ നാസികൾ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്തിനാ കൊണ്ടുപോകണത്? ശ്വാസം മുട്ടിച്ചു കൊല്ലാനാണ് കൊണ്ടുപോകണത്. ബസ്സിൽ കൊണ്ടുപോകുകയാണ്. അങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് തടങ്കൽ പാളയത്തിലേക്ക് ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ ഈ പോകുന്ന ആളുകൾ ബസ്സിന്റെ സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കിയെന്നാ. മനസ്സിലായോ? പോകുന്നത് ചാകാൻ വേണ്ടി പോകുക, കൊല്ലാനാ കൊണ്ടുപോണത്.
പക്ഷെ ബസ്സിൽ പോകുന്ന നേരത്ത് സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും പിച്ചലും മാന്തലായി എന്നാ പറഞ്ഞത്. ഇതാണ് സമുദായത്തിന്റെ അവസ്ഥ, അല്ലേ? ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ. യഥാർത്ഥത്തിൽ ലോകത്തിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കണം അതന്നെയാ. ഞാൻ നേരത്തെ ഇറാന്റെ വിഷയം പറഞ്ഞല്ലോ. ഷിയാക്കളും സുന്നികളും രണ്ട് വിഭാഗം ശരി തന്നെയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അമേരിക്കയെ പോലുള്ള ഇസ്രായേലിനെ പോലുള്ള ഒരു ചട്ടമ്പി രാഷ്ട്രങ്ങൾ മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയെ വളർത്തിയിട്ട് ഇസ്ലാം പേടി വളർത്താൻ ശ്രമിച്ചിട്ട് മുസ്ലിം സമുദായത്തെയും ഇസ്ലാമിക സമൂഹത്തെയും ലോകത്ത് നിന്നും രാജ്യങ്ങളിൽ നിന്നും തുടച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ആർക്കെതിരെ ഒന്നിക്കേണ്ടത്? അപ്പൊ നമ്മൾ ഷിയാ സുന്നി പറഞ്ഞ് നിൽക്കാൻ വേണ്ടത്? അവിടെ ജമാഅത്തും മുജാഹിദും സുന്നി പറഞ്ഞ് നിൽക്കാൻ വേണ്ടത്? നമ്മളെ കാലിന്റെ അടിയിൽ മണ്ണ് ചോർന്നു പോകുക. ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾക്കറിയോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, പ്രമുഖ സ്വഹാബിമാർ, അവർക്കിടയിൽ 32ഓളം വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. 32ഓളം വിഷയങ്ങൾ, 1-2 ആയിഷ ബീവിയും സഹാബിമാരും തമ്മിൽ 32ലധികം വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന. പക്ഷെ അവരാരും തങ്ങളെ അടിക്കാൻ ശത്രുവിന് വടി കൊടുത്തിട്ടില്ല. തെരുവിലേക്ക് ഇറങ്ങിയിട്ടവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുരച്ചു ചാടിയിട്ടില്ല, വഷളാക്കിയിട്ടില്ല കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ പ്രിയമുള്ളവരെ. വല്ലാത്തൊരവസ്ഥയാണ്. 125 കോടി വരുന്ന ഈ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നാൽ പോലും നേരിടാൻ കഴിയാത്ത വിധം ശത്രുക്കൾ വളരുകയും എല്ലാ ശത്രുതയും മറന്നുകൊണ്ട് ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ഐക്യപ്പെടുകയും ദീനിനെ തകർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിവിടെ അനൈക്യത്തിന്റെ ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? വല്ലദീന കഫറു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. കാഫിര്യങ്ങൾ പരസ്പരം ഔലിയാക്കളാണ്, അവർ മിത്രങ്ങളാണ്, അവർ ഐക്യത്തിലാണ്. ഇല്ലാ തഫ്അലുഹു തകും ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. നിങ്ങളും അതുപോലെ ഐക്യപ്പെടാനും മിത്രങ്ങളാകാനും തയ്യാറായിട്ടില്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാകുന്ന പറയണേ. ഇത് മനസ്സിലായോ? പറഞ്ഞ എന്താണ്? അമേരിക്കയും മറ്റു പല സാമ്രാജ്യത്വ രാജ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇസ്ലാമിന് മുമ്പ് കാണുമ്പോൾ ഒന്നാണ്, അല്ലേ? ഇന്ത്യയിലെ സംഘപരിവാരങ്ങൾ, അത് RSS ആവട്ടെ, BJP ആയിക്കോട്ടെ, വിശ്വന്റെ പരിഷത്തായിക്കോട്ടെ, ആരാവട്ടെ, സംഘപരിവാരങ്ങൾ അവർ ഭിന്നിപ്പിലാണ്, അനൈക്യത്തിലാണ്. നമ്മൾ പത്രത്തിൽ വായിക്കും. അവർ എന്തൊക്കെ അനൈക്യമുണ്ടെങ്കിലും ഭിന്നിപ്പുണ്ടെങ്കിലും പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം എന്ന് പറയുന്ന സംവിധാനത്തെ മുമ്പിൽ കാണുമ്പോൾ അവരൊക്കെ ഒരൊറ്റക്കെട്ടാണ് അവർ ഇസ്ലാമിനെതിരെ. ഇതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? ഇതെന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? ഇങ്ങനെ ലോകത്ത് മുഴുവൻ പോരടിച്ചു നിൽക്കുന്ന ശക്തികൾ, പരസ്പരം ഭിന്നിപ്പിലുള്ള ശക്തികൾ ഇസ്ലാമിനെ മുമ്പിൽ കാണുമ്പോൾ അവരുടെ മുഴുവൻ ശത്രുതയും മറന്നുകൊണ്ട് ഇസ്ലാമിന് മേൽ ചാടി വീണുകൊണ്ടിരിക്കുമ്പോൾ 125 കോടി വരുന്ന മുസ്ലിം ഉമ്മത്തിന് ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? ഐക്യമില്ലാത്തത് കൊണ്ടാ. വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 57ഓളം രാഷ്ട്രങ്ങളുണ്ട് OIC-യിൽ. ഫലസ്തീൻ, ഗസ, എത്ര നാളുകളായി? ബൈത്തുൽ മഖ്ദിസ് കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ട് എത്ര നൂറ്റാണ്ടുകളും വർഷങ്ങളുമായി? മഹാനായ യൂസുഫ് കർലാവിയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞൊരു വർത്താനം എന്താ അറിയോ? ഈ 57 രാഷ്ട്രങ്ങളുണ്ടല്ലോ, ഈ 57 രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നിട്ടൊന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ ഇസ്രായേലിൽ നിന്നാ. ശരിയല്ലേ? സിമ്പിളാ കാര്യം. ഈ 57 രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നിട്ടൊന്ന് മൂത്രമൊഴിച്ചാൽ അതിൽ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ ഇസ്രായേൽ രാഷ്ട്രം. പക്ഷേ കഴിഞ്ഞിട്ടുണ്ടോ? സൗദി അറേബ്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ വർഷവും ഖുർആന്റെ അനുയായികളെ വിളിച്ചു കൂട്ടിയിട്ട് 10-25 ലക്ഷം ആളുകൾക്ക് ഹജ്ജിന് വേണ്ടിയിട്ട് ഐക്യത്തിന്റെ മഹാസമ്മേളനം, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കാൻ സൗദി അറേബ്യ. അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഫലസ്തീൻ വിഷയത്തിൽ, ഗസ വിഷയത്തിൽ, അക്സയുടെ വിഷയത്തിൽ ആർജവത്തോടെ നിലപാടെടുക്കാൻ കഴിയൂല. കാരണം താല്പര്യങ്ങൾ വേറെ പലതുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെ 125 കോടി വരുന്ന മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പോലും നേരിടാൻ കഴിയാത്ത വിധം ഇസ്ലാമിന്റെ ശത്രു രാജ്യത്തും ലോകത്തും ശക്തി പ്രാപിച്ചു വരുമ്പോ നമ്മളിപ്പോഴും എന്താ ചെയ്യുന്നറിയോ? നമ്മളിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറിയും കുരച്ചു തുപ്പിയും അനൈക്യത്തിന്റെ ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നോക്കി നിങ്ങൾ, മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മുസ്ലിം സമുദായത്തെ ഐക്യപ്പെടാനുള്ള എന്തൊക്കെ വഴികളല്ല കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നറിയോ? എല്ലാ ദിവസവും 5 നേരം നിങ്ങൾ പള്ളിയിൽ നമസ്കരിക്കാൻ വരണം എന്ന് നിർബന്ധമായിട്ടും അത് കൽപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ഒരുപക്ഷെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏകാഗ്രത ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയെന്നൊക്കെ വരും ചിലപ്പോ. പക്ഷേ അത് സമ്മതിച്ചിട്ടില്ലല്ലോ. 5 നേരം നിങ്ങൾ പള്ളിയിൽ വരണം എന്നാ പറഞ്ഞത്. എന്തിനാണ് പറഞ്ഞത്?
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും 20-25 ലക്ഷം സമ്മേളിക്കുന്ന ഹറമിൽ ഒരു തുള്ളിയായിട്ട് നിങ്ങളും അവിടെ ലയിച്ചു ചേരണം എന്നെന്തിനാ ഖുർആൻ പറഞ്ഞെന്നറിയോ? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ. നിങ്ങളൊരൊറ്റ ഉമ്മത്താ, നിങ്ങളൊരൊറ്റ കെട്ട, നിങ്ങളൊരൊറ്റ ബിൽഡിംഗ് പോലെ, ഒരൊറ്റ ശരീരം പോലെ. ഇത് നമ്മളെ വീണ്ടും 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 ബോധ്യപ്പെടുത്താൻ പ്രിയമുള്ളവരെ. പക്ഷെ ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പോലും അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാ ഇപ്പോഴും നമ്മളെ ചർച്ച. എന്താ അറിയോ, ഞാൻ മുമ്പ് കഴിഞ്ഞ ഇഫ്താറിൽ പറഞ്ഞതുപോലെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ലോകത്തും രാജ്യത്തുമൊക്കെ മുസ്ലിം സമുദായം അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും ഓഫ് സ്റ്റേജിലും ഓൺ സ്റ്റേജിലും നമ്മുടെ ചർച്ച എന്താ അറിയോ? കൈ ഇവിടെ കെട്ടണോ, കൈ ഇവിടെ കെട്ടണോ, അത് അടിയിൽ കൊണ്ടായി കെട്ടണോ? നമ്മൾ മനസ്സിലാക്കണം, കൈ കെട്ടിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവും. അത് ഫിഖാണ്. തക്ബീറത്തുൽ ഇഹ്റാമല്ലേ നിർബന്ധമുള്ളൂ. അത് കണ്ട് കൈ ഇങ്ങനെ വേണമെങ്കിൽ കെട്ട, ഇങ്ങനെ കെട്ട, അടിയിൽ കെട്ട, അല്ലേ? ഇനി ഒരാൾ അല്ലാഹു അക്ബർ കൈ താഴ്ത്തിയിട്ടാലും നമസ്കാരത്തിന് കോട്ടൊന്നും പറ്റൂല. പക്ഷെ നമ്മളെ ചർച്ച എന്താ? നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ തലയിൽ തൊപ്പി വെക്കണോ വേണ്ടേ? അതാ നമ്മളെ ചർച്ച. അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ, ഖണ്ഡനമണ്ഡനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? സമുദായത്തിന് നേതൃത്വം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കൈ ഇവിടെ കെട്ടണോ അവിടെ കെട്ടണോ എന്ന ചർച്ച, തല തൊപ്പി വെക്കണോ തൊപ്പി വെക്കണ്ടേ എന്നുള്ള ചർച്ച. ഫാഷിസം തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നു, ഇവന്മാർക്ക് കൈ തന്നെ വേണ്ടതില്ല, തല തന്നെ വേണ്ടതില്ല, നിങ്ങൾ തന്നെ ഇവിടെ വേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു കൊണ്ടിരിക്കുക. ഇത് നമ്മൾ മറന്നുപോയി, ഇത് നമ്മൾ അറിയാതെ പോയി. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും സമുദായത്തിന് തിരിച്ചറിവുണ്ടാകണം. സംഘടനകൾ എന്ന് പറയുന്നത് മാർഗം മാത്രമാണ്, അത് ലക്ഷ്യമാകാൻ പാടില്ല. സംഘടനകൾ അടിവരായിട്ട് മനസ്സിലാക്കണം. സംഘടനകൾ എന്ന് പറയുന്നത് അത് മാർഗമാണ്, വഴിയാണ്, അത് ലക്ഷ്യമാകാൻ പാടില്ല. അത് ലക്ഷ്യമാകുമ്പോഴാണ് ഈ ഭിന്നിപ്പിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം അറിയോ? ഖുർആൻ പറഞ്ഞ വർത്താനുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളെ കാറ്റ് പോകുന്ന പറഞ്ഞേ. അങ്ങനെ തന്നെ അല്ല പറഞ്ഞത്, നിങ്ങൾ ഐക്യപ്പെടണം, ഒന്നിച്ചു നിൽക്കണം. അങ്ങനല്ലെങ്കിൽ നിങ്ങളെ കാറ്റ് പോകുമെന്ന് അല്ലാഹു പറയുക. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കാറ്റ് പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വന്നത്, ബദർ അതൊരു പോരാട്ടമാണ്. ആ ബദർ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തെ വിശ്വാസി സമൂഹത്തോട് ഉറക്കെ പറയുന്ന കാര്യം, മനുഷ്യ സമൂഹത്തോടടക്കം പറയുന്ന കാര്യം, നിങ്ങൾ ഐക്യപ്പെടണം. നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ ഐക്യപ്പെടണം. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ പൊതുശത്രുവിനെതിരെ ഒന്നിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ മറ്റന്നാൾ ഇവിടെ നിലനിൽക്കാൻ തന്നെ കഴിയാത്ത സാഹചര്യമുണ്ടാകും എന്ന് ബദർ നമ്മോട് പറയാ. അന്ന് ഐക്യത്തോടുകൂടിയ 313 സഹാബയെ കിറാം എടുത്തു ചാടിയത് കൊണ്ടാ ഇന്ന് ഞാനും നിങ്ങൾക്ക് ഇതിനെ തണലിങ്ങനെ ജീവിക്കണത്. അതുകൂടി നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മുടെ മനസ്സിലുണ്ടായി. രണ്ടാമതായിട്ട് പറഞ്ഞത് അതാണ്, ഐക്യത്തിന്റെ വർത്തമാനമാണ്. അതാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്. മൂന്നാമത്തെ വർത്തമാനം, നന്മയുടെ മാർഗത്തിൽ, സത്യത്തിന്റെ മാർഗത്തിൽ പ്രതിസന്ധികളും പ്രതിരോധങ്ങളും ഉണ്ടാകും. പക്ഷെ അവിടെയൊന്നും തളരാതെ ഉറച്ചു നിന്ന് മുന്നേറാൻ കഴിയേണ്ടതുണ്ടെന്നാണ്. തളരാൻ പാടില്ല, തകർന്നു പോകാൻ പാടില്ല. ബദറിന് മുമ്പ് തന്നെ മുസ്ലിം സമൂഹം അതിമാരകമായ പരീക്ഷണങ്ങളെ നേരിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പലതരത്തിലും ഇസ്ലാമിന്റെ വക്താക്കളെ തളർത്താൻ, തകർക്കാൻ, ഇല്ലാതാക്കാൻ ഇസ്ലാം വിരുദ്ധ ശക്തികൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. അതൊന്ന് മക്കയിൽ മാത്രമല്ല, ഇന്നലകളും ഇന്നാതും ഇന്നും ഇനി നാളെ മറ്റന്നാളും ഖിയാമത്ത് നാൾ വരെയും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ നിങ്ങൾ, വർഷങ്ങളായിട്ട് ഗസയിലെ മക്കൾ ആ ഉപരോധം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിയിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ രാജ്യത്തും ലോകത്തുമൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലും വ്യത്യസ്തമല്ല. സാങ്കേതികമായിട്ട് ഉപരോധം എന്ന് വിളിക്കാൻ പറ്റൂലെങ്കിൽ പോലും FCRA അറിയാലോ, വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വരുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അതിൻ്റെ നിയമത്തിൽ ഭേദഗതി വരുത്തി മോഡി ഗവൺമെന്റ്. എന്താ സംഭവിച്ചത്? ഞാൻ ഒന്നുകൂടി പറയുന്നു, ഉപരോധം എന്ന് സാങ്കേതികമായി പറയാൻ പറ്റൂലെങ്കിൽ പോലും അത് നമുക്കിട്ടൊരു പണി തന്നെയാണ്, അല്ലേ? നമ്മുടെ യതീംഖാനകൾ, പള്ളികൾ, NGO, നമ്മുടെ സന്നദ്ധ സേവന സംഘടനകൾ, അവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിരുന്നു വിദേശത്ത് നിന്നൊക്കെ. ചില നിയമങ്ങൾ ഭേദഗതി വരുത്തിയത് കൊണ്ട് അതൊക്കെ നിന്നുപോയി, മരവിപ്പിച്ചു, കിട്ടാണ്ടായി. പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി, പല യതീംഖാനകളും അടച്ചുപൂട്ടി, പല സേവന സന്നദ്ധ സംഘടനകളും ഇല്ലാതാവുകയോ ദുർബലപ്പെടുകയോ ചെയ്തു. എത്രയോ മക്കൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു, അത് കിട്ടാതായി പോയി. കണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്,
ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിരോധങ്ങളും ഇസ്ലാമിയെ അഥവാ പ്രവാചക മതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ പ്രതിയോഗികൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവിടെയൊക്കെയും ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയണമെന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, അത്തരം ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ച് എന്താ പറഞ്ഞതറിയോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. ഞങ്ങളുടെ റബ്ബ് അല്ലാഹ്ണെന്ന് പറയുക, എന്നിട്ടോ ആ മാർഗത്തിൽ അങ്ങ് അടിയുറച്ചു നിൽക്കുക. അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ട് ആ ദീനിന്റെ, ഇസ്ലാമിന്റെ, തൗഹീദിന്റെ, നന്മയുടെ, നീതിയുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കരുത്. അങ്ങനെ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? തതനസ്സലു അലൈഹിമുൽ മലായിക. എന്താ ഓഫർ എന്നറിയോ? അത്തരം ആളുകൾക്ക് മേൽ അള്ളാഹുവിന്റെ മാലാഖമാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട, ദുഃഖിക്കണ്ട. ഈ ഓലപ്പാമ്പുകളെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇനി മോഡിയാണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ആരാവട്ടെ, ഏരിയൽ ഷാറിന്റെ കഥ നമുക്കറിയാലോ അല്ലേ? 8 വർഷത്തോളമാണ് കോമാ സ്റ്റേജിൽ കടന്നത്. ഒന്നിനും പറ്റാത്ത നിരകിച്ചിട്ടാ മരിച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ട വർത്താനങ്ങളാ. അപ്പൊ അള്ളാഹ് പറയാണ്, എന്താ പറയണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ അടിയുറച്ചു നിന്നാൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. ഇതൊക്കെ ഓലപ്പാമ്പുകളാണ്. ഈ ഓലപ്പാമ്പുകളെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട, ദുഃഖിക്കണ്ട. നിങ്ങൾക്ക് മേൽ അള്ളാഹുവിന്റെ മാലാഖമാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടെന്താ പറയുന്നത്? നഹ്നു ഔലിയാഉക്കും. അത് വല്ലാത്തൊരു വർത്തമാനമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള വല്ലാത്ത ഒരു വർത്തമാനമാണ്, പ്രതീക്ഷയാണത്. നഹ്നു ഔലിയാഉക്കും. സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്കറിയാം അല്ലേ? എപ്പോഴുണ്ടാവും നമ്മൾ പഠിച്ചത്? നമ്മുടെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മലക്കുകൾ എപ്പോഴൊപ്പം ഉണ്ടാകും എന്നറിയാം. എന്ന് വെച്ചാൽ നമ്മളെ നിരീക്ഷിക്കാൻ, നമ്മളെ ഒബ്സർവ് ചെയ്യാനാണ് മലക്കുകൾ ഉണ്ടാവുക. അതേസമയം ഇവിടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഒരു കൂട്ടം മലക്കുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളെ നിരീക്ഷിക്കാനല്ല, നിങ്ങൾ എന്താ ചെയ്യണത് നോക്കി നടക്കാനല്ല, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരായിട്ട്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ, നന്മയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ, ആ ദീനിന്റെ മാർഗ്ഗം റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ അനുഭവിക്കേണ്ട മുഴുവൻ പ്രതിസന്ധികളെയും തൻ്റെ ഇടത്തോടും നെഞ്ചുറപ്പോടും നേരിടാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുണ്ടാകും. എവിടെ? ദുനിയാവിലും പരലോകത്തുമെന്ന് വല്ലാത്തൊരു വർത്തമാനമാണ് പറഞ്ഞു വന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നതാണ് ബദർ നൽകുന്ന മറ്റൊരു പാഠം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അത്തരം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഒക്കെ നേരിടണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു കരുത്തെന്താ അറിയോ? അള്ളാഹുമായിട്ടുള്ള ആത്മീയ ബന്ധമാണ്. ഇതൊക്കെ ബദർ നൽകുന്ന ചില ചിത്രങ്ങളാണ്. പടച്ചറബുമായിട്ടുള്ള ആത്മീയ ബന്ധമാണ്. സ്വഹാബയെ കിറാമിനെ കുറിച്ച് പറയാറുണ്ട്, റുഹ്ബാനും ബില്ലൈൽ വഫുർസാനും ബിന്നഹാർ. രാത്രി പുരോഹിതന്മാരാണ്, പകൽ അശ്വഭടന്മാരാണ്. എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ നമസ്കാരവും പ്രാർത്ഥനയും തഹജ്ജുദും സുജൂദും, ആ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ഊർജമാണ് പകലിൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ അവർക്ക് ആവേശം കിട്ടണമെന്ന. രാത്രി പ്രാർത്ഥന, തഹജ്ജുദ്, നമസ്കാരം, സുജൂദൊക്കെ ഉണ്ടല്ലോ, ഇതിലൂടെ കിട്ടുന്ന ഊർജമാണ് നാളെ നേരം വെളുക്കുമ്പോൾ ഫീൽഡിലേക്ക് ഇറങ്ങാൻ. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ സ്കോഡും വർക്കും പ്രവർത്തനങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങുക. ആ ഫീൽഡ് വർക്കിനുള്ള ആവേശം കിട്ടേണ്ട എവിടുന്ന് അറിയോ? രാത്രി കിടന്നുറങ്ങിയിട്ടല്ല, പിന്നെ നമസ്കാരത്തിൽ നിന്ന്, തഹജ്ജുദിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ തലേന്ന് രാത്രി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ബദറിന്റെ തലേന്ന് രാത്രി അല്ലാഹുമ്മ അൻജിസ്ലി വമാ വഅത്തനി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. എത്രത്തോളം എന്നറിയാം? അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ കൈപൊക്കി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ബദറിന്റെ തലേ ദിവസം. അങ്ങനെ റസൂലിന്റെ മേലുമുണ്ടൊക്കെ ഇങ്ങനെ താഴേക്കൊണ്ട് റസൂലിന്റെ കച്ചം പുറത്തേക്ക് കാണാൻ തുടങ്ങിയതാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നത്, റസൂലേ എന്തിനാ റസൂലേ ഇങ്ങനെ കരയണത്? അള്ളാഹ് സഹായിക്കൂലേ നമ്മളെ സഹായിക്കൂലേ റസൂലേ എന്നൊരു പ്രതീക്ഷയുടെ വർത്തമാനമാണ് ആശ്വസിപ്പിക്കുക. പറഞ്ഞെന്താ അറിയോ? തളരാൻ പാടില്ല എന്ന പ്രാർത്ഥന, ആത്മീയമായ വീര്യം ഇതുണ്ടാകണം. അത് പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ് അതുണ്ടാവുക. പുതിയ കാലഘട്ടത്തിൽ, പുതിയ ലോകത്ത് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിടുമ്പോൾ
വിശ്വാസി സമൂഹം സ്വീകരിക്കേണ്ടത് ഒരു നിലപാടെന്താ അറിയോ? പ്രാർത്ഥനയുടെ മനസ്സാണ്. പ്രത്യേകിച്ച് ആഗോളതലത്തിലൊക്കെ പല പ്രതിസന്ധികൾ നേരിടുമ്പോൾ കേരള പശ്ചാത്തലത്തിലും ഇതുപോലുള്ള പശ്ചാത്തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? അവിടെ പോയിട്ട് സഹായിക്കാനും അവിടെ പോയിട്ട് സമരരംഗത്തിറങ്ങാൻ നമുക്ക് പറ്റൂല. നമുക്ക് പറ്റുന്ന എന്താ? പ്രാർത്ഥന മാത്രമാണ്. ഈ പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് പടച്ചറബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഈ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, മർദ്ദിതർക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്നൊക്കെ ബദർ നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈമാനികമായ കരുത്തുണ്ടാകണം, ഈമാനുറപ്പുണ്ടാകണം, അടിയുറച്ച ഈമാൻ ഉണ്ടാകണം എന്ന അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ശത്രുക്കൾ ഇസ്ലാമിനെതിരെങ്ങനെ വന്നുകൊണ്ടിരിക്കും. വിശപ്പുള്ള ഒരു സമൂഹത്തിന് മുമ്പിൽ ഭക്ഷണത്തളിക വെച്ചു കൊടുത്താൽ എങ്ങനെയാണോ ആളുകളെ കൈവരിക, അതുപോലെ ഇസ്ലാമിനെതിരെ ഇങ്ങനെ ശത്രുക്കളുടെ കൈകൾ വരുന്ന. അപ്പോൾ ചോദിച്ചു, റസൂലെ എന്താ കാരണം? ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കും എന്നാ ചോദിച്ചേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങൾ എണ്ണത്തിൽ കുറവല്ല, നിങ്ങൾ എണ്ണത്തിലൊക്കെ നല്ലോണം ഉണ്ടാകും. പക്ഷേ രണ്ട് ബലഹീനതകൾ നിങ്ങളെ ബാധിക്കും. അതിലൊന്ന് ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഒന്ന് ദുനിയാവിനോടുള്ള പ്രേമമാണ്, മറ്റൊന്ന് മരണത്തോടുള്ള വെറുപ്പാണ്. ദുനിയാവിനോടുള്ള പ്രേമം, മരണത്തോടുള്ള വെറുപ്പ്, അത് നിങ്ങളെ ഈമാനിനെ കുറയ്ക്കും. ഈ രണ്ട് ബലഹീനതകൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളെ ഈമാനിന് ക്ഷയം സംഭവിക്കും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഈമാൻ ഉറപ്പുണ്ടാകണം. ആ ഈമാൻ ഉറപ്പുള്ളത് കൊണ്ടാണ് ആ 313 ബദരീങ്ങൾക്ക് ബദറിലേക്ക് എടുത്തു ചാടാൻ കഴിഞ്ഞത് എന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ പുറമേക്ക് ഇങ്ങനെ ഭംഗിയുള്ളത് കൊണ്ട് കാര്യമില്ല. പുറമേക്ക് നല്ല ഭംഗിയുള്ള അകക്കാമ്പില്ലാത്ത പെൻസിൽ കൊണ്ട് വല്ല ഗുണമുണ്ടോ? കുട്ടികൾ വരയ്ക്കുന്ന പെൻസിലില്ലേ, ആ പെൻസിലിൻ്റെ അകത്ത് സാധനം ഒന്നുമില്ല എന്ന് വിചാരിക്കുക, പുറമെ മാത്രം നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. എന്താ കൊണ്ട് ഗുണം? ഇത് അബൂ ഹസൻ അലി എഴുതിയപ്പോൾ ആളുകൾ എന്താ പറഞ്ഞതെന്ന് അറിയോ? പാടത്ത് വെച്ച പേക്കോലങ്ങളെ പോലെ എന്നാ പറഞ്ഞത്. പാടത്ത് കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നാട്ടിലൊക്കെ വെക്കുമല്ലോ ചില കോലങ്ങൾ, വൈക്കോല് കൊണ്ട്, അതുപോലെയാണ് ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞതാ. ഇങ്ങനാകാൻ പാടില്ല. മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചപ്പു ചവറുകളെ പോലെ, ചണ്ടികളെ പോലെ നിങ്ങളാകാൻ പാടില്ല എന്നാ. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ആകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ആ ഈമാനിൻ്റെ എസൻസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്, ഉറപ്പുള്ള ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. പുറമേക്ക് നമ്മൾ ഈമാൻ്റെ ഓരോ രൂപമൊക്കെ ഉണ്ടാവും, പക്ഷേ റസൂല് പറഞ്ഞതുപോലെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചപ്പു ചവറുകളെ പോലെ, ചണ്ടികളെ പോലെ ആയി മാറുന്നത് കൊണ്ടാണ്. അവിടെ നിന്നൊക്കെ മാറണം. ആ ബദരീങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ബദരീങ്ങളുടെ ഈമാൻ അതുണ്ടല്ലോ, ആ ഈമാൻ കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പം ഇങ്ങനെ കുറേ വർത്തമാനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്ത ബദറിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാത്തിനേക്കാളും അപ്പുറം നിങ്ങൾ പരിഗണന കൊടുക്കേണ്ടത് നിങ്ങളുടെ ആദർശത്തിനായിരിക്കണം, ഇസ്ലാമിനായിരിക്കണം, ദീനിനായിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ പ്രാമുഖ്യ ഘടന എന്ന് ബദർ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ആ പോരാട്ടത്തിൻ്റെ ചില ചിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബദർ യുദ്ധത്തിൽ മക്കയിൽ നിന്നും വന്ന മുഹാജിറുകളായ ആളുകൾക്ക് നേരിടേണ്ടി വന്നത് ആരെയാ? സ്വന്തം കുടുംബക്കാരെയാണ്. സ്വന്തം കുടുംബക്കാരെ. ബദർ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ സഹിച്ചത് മുഹാജിറുകളായ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പിന്നെ ദ്വന്ദ്വയുദ്ധമാണല്ലോ ആദ്യം നടക്കുക. അങ്ങനെ രണ്ട് ഭാഗത്ത് 3 ആളുകൾ ഇങ്ങനെ വരും. അങ്ങനെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അൻസാറുകളായ ആളുകൾ വന്നപ്പോൾ ഖുറൈശികൾ പറയുന്നുണ്ട്, പറ്റില്ല, മുഹാജിറുകൾ വരട്ടെ എന്നാ പറഞ്ഞത്. കാരണം എന്താ? മുഹാജിറുകൾ ഞങ്ങളെ നാട്ടുകാരാ, അവരോടാണ് ഞങ്ങൾക്ക് പക, അവരെ ഇല്ലാണ്ടാക്കണം എന്നാ. അങ്ങനെ മുഹാജിറുകളെ ആദ്യം വിളിക്കണത്. അങ്ങനെ വന്നവർ തിരിച്ചു പോയിട്ട് മുഹാജിറുകളായ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ മുഹാജിറുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടേണ്ടി വന്നതെന്നാ. കാരണം എന്താ അറിയോ? നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് വാപ്പയാണ്, മകനാണ്, അമ്മാവനാണ്. മനസ്സിലാകുന്നുണ്ടോ? കാരണം മക്കയിൽ നിന്ന് ഓടി വന്നവരാണല്ലോ ഇവര്. വല്ലാത്ത പരീക്ഷണമായിരുന്ന. ഇവിടെയാണ് ബദർ നമ്മോട് പറയുന്നത്, ആദർശമായിരിക്കണം നിങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടത്, അള്ളാഹുവിന്റെ ദീനായിരിക്കണം നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് ഉണ്ടാകേണ്ടത്. നമ്മളൊക്കെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും പിന്നെ വാപ്പെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഉമ്മ എന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക, ഇങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദർശത്തെ പണയം വെക്കുന്നത്, അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മകൻ പറയുന്നൊരു വർത്താനുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മകൻ പറയാണ്, വാപ്പാ പിന്നെ ഞാൻ നിങ്ങളെ കണ്ടു കേട്ടോ യുദ്ധക്കളത്തിൽ, പക്ഷെ വാപ്പയില്ലേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണാത്ത പോലെ മാറിപ്പോയതാണെന്ന്. മകൻ
അബൂബക്കർ റളിയല്ലാഹു മകനെന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഈ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു എന്താ തിരിച്ചു പറഞ്ഞതെന്ന് അറിയോ? അത് ശരി, ഞാൻ നിന്നെ നോക്കി നടക്കുകയായിരുന്നു എന്നാ. മനസ്സിലാവുണ്ടോ? അതാണ് ആദർശം പോര്. മകൻ പറയാണ്, ശത്രുവായ മകൻ വന്നിട്ട് പറയാണ്, കാഫിറായ മകൻ വന്നിട്ട് പറയാണ്, വാപ്പ ഞാൻ നിങ്ങളെ യുദ്ധക്കളത്തിൽ കാണുകയൊക്കെ ചെയ്തു, പക്ഷേ വാപ്പല്ലേ എന്ന് വിചാരിച്ച് മിണ്ടാണ്ട് വിട്ടാണ് കേട്ടോ. അപ്പോൾ വാപ്പ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ അറിയാം? അത് ശരി, ഞാൻ നിന്നെ തെരഞ്ഞു നടക്കിയിരുന്നു, കാരണം അവിടെ നീ എൻ്റെ മകനല്ല, എൻ്റെ റബ്ബിൻ്റെ ശത്രുവാണ്. എൻ്റെ റബ്ബിൻ്റെ ദീനിനെ ഇല്ലാണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ കൂട്ടത്തിൽ വന്ന ശത്രുവാണ് നീ, നിന്നെ തെരഞ്ഞു നടക്കിയിരുന്നു ഞാനെന്നാ. ഇങ്ങനെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അന്ന് ബദറിലെ ബന്ദികളെ പിടിച്ചപ്പോൾ അങ്ങനെ കെട്ടിയിടുകയാണ്, തൂണിൽ കെട്ടിയിടാ. എന്താ പറഞ്ഞറിയാം? മിസ്അബ് റളിയല്ലാഹു അൻഹു അനിയനാണ്, ബ്രദറാണ്, കരുണ കാണിക്കണം എന്നല്ല, അവനെ മുറുക്കി കെട്ടിക്കോട്ടെ എന്നാ പറഞ്ഞേ. അവനെ മുറുക്കി കെട്ടിക്കോ എന്താ പറഞ്ഞതല്ലേ? ആദർശമായിരിക്കണം വരും. അവിടെ കുടുംബ ബന്ധമൊന്നും പാടില്ല എന്നാ. പക്ഷെ നമ്മളെ ഇതൊക്കെ ഈ ബദർ കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മളൊക്കെ എവിടെ നിൽക്കണം നമ്മൾ ആലോചിക്കണം. ഇതൊന്നും സമുദായം ചർച്ച ചെയ്യൂല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ചിന്തയും ചർച്ചയും സമുദായത്തിലൊക്കെ പാതിരാവാന്ന് പറയും. നമ്മൾ ബദർ യുദ്ധത്തിന്റെ ഹിസ്സ പറയും, ബദർ പാട്ടും പിന്നെ എന്താണ് കഥാപ്രസംഗങ്ങളൊക്കെ നടത്തും. എന്താന്ന് കിട്ടാറുള്ളത് അല്ലേ? അതല്ല പറയേണ്ടത്. മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ചും ഈ പുതിയ കാലഘട്ടത്തിൽ രാജ്യത്തും ലോകത്തും അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബദർ എന്താണെന്നും ബദറിലൂടെ പഠിക്കാനുള്ളത് എന്താണെന്നും ഓരോ മുസ്ലിമിനോടും എന്താണ് ബദർ ആവശ്യപ്പെടുന്നത് എന്നുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ തോൽവികളും വിജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പതറിപ്പോകുന്ന പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബദറിൽ ജയിച്ചവർ ഉഹദിൽ തോറ്റിട്ടുണ്ട്, ഉഹദിൽ തോറ്റവർ വീണ്ടും ജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ തോറ്റും ജയിച്ചും പരീക്ഷണങ്ങളെ അതിജയിച്ചിട്ടുമാണ് ഇസ്ലാമിക സമൂഹം അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തീ ഇങ്ങനെ ആളിക്കത്തുമല്ലോ. തീ ആളിക്കത്തുമ്പോൾ എന്താ അർത്ഥം? എന്താ? അത് കെടാറായി എന്നാണ് അല്ലേ? കെടാറായ തീ ആളിക്കത്തും എന്ന് പറയാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അണയാറായ തീയൊന്നും ചെയ്യും, അവസാനം ഒരു ആളിക്കത്തലുണ്ട്. ആ ആളിക്കത്തലാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഫാഷിസവും സയനിസവും അമേരിക്ക ഉൾപ്പെടെ സാമ്രാജ്യ ശക്തികളുമൊക്കെ ഇസ്ലാമിനെതിരിൽ ഇത്രമാത്രം ഒരുപക്ഷെ ലോകത്ത് മുമ്പൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത വിധം അതിക്രൂരമായി ഇസ്ലാമിനെതിരെ കയ്യോങ്ങുന്നു എങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അണയാറായ തീ ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ അതൊക്കെ അണയാറായി കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ചില പ്രതീക്ഷയുടെ കനലുകൾ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചില കനലുകളെ കണ്ടാൽ നമുക്ക് തോന്നുന്നത് കെട്ടുപോകുന്നു, തീയില്ല എന്ന് തോന്നും. അടുപ്പിൽ ചില കനൽ കണ്ടാൽ തോന്നും അതിൽ തീയില്ല, അത് വെറും കരിക്കട്ടെ തോന്നും. പക്ഷെ വെറുതെ നൂതി കൊടുത്താണ്ടല്ലോ അതിങ്ങനെ ആളിക്കത്താൻ തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ ആളിക്കത്താൻ തുടങ്ങുകയാണ്. ഇസ്ലാം ലോകത്ത് വ്യാപിക്കും, ഇസ്ലാമിക ദർശനം ലോകത്ത് വ്യാപിക്കും, ഇസ്ലാമിന്റെ വക്താക്കൾ ലോകത്തെ അടക്കി ഭരിക്കുന്ന ഒരു കാലഘട്ടം വരും. ഒരു സംശയ കാര്യത്തിലില്ല. സത്യം ജയിക്കും, അസത്യം തകരും. എന്ന് ആ പശ്ചാത്തലത്തിൽ റസൂല് പറഞ്ഞെങ്കിൽ അതിനിയും ലോകത്ത് ആവർത്തിച്ച് സംഭവിക്കാനുള്ളതാ. ഇവരെക്കാളൊക്കെ വലിയ തമ്പ്രാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? ഫറോവൻ ഫാഷിസം ചെങ്കടലിൽ മുങ്ങിപ്പോയിട്ടില്ലേ? നശിച്ചു പോയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ മോഡിയുടെ ഫാഷിസവും ഇവിടെ മുങ്ങിപ്പോകും. ഈ സയനിസ്റ്റ് ലോബി ഇല്ലാതാകും. അമേരിക്കയൊക്കെ ചവിറ്റുകൊട്ടയിലേക്ക് എടുത്തെറിയപ്പെടും. നിങ്ങൾ സമയമല്ല വിശദീകരിക്കാൻ. നമുക്കറിയില്ലേ, അള്ളാഹു റസൂലിന്റെ കാലഘട്ടത്തിൽ, ഉമർ അള്ളാഹിന്റെ കാലഘട്ടത്തിലൊക്കെ എന്തായിരുന്നു റോമും പേർഷ്യയൊക്കെ? അന്നത്തെ റോമിന്റെയും പേർഷ്യന്റെ അടുത്ത് വരുമോ ഇന്നത്തെ ഇസ്രായേൽ അമേരിക്ക? വരൂലല്ലോ. അമ്മാതിരി സാമ്രാജ്യങ്ങൾക്ക് മുമ്പിൽ പോയിട്ട് അവരെ മുട്ടുമടക്കിച്ചിട്ടില്ലേ? ഇതൊക്കെ ഇസ്ലാമിന്റെ ചിത്രങ്ങളാ, പ്രചോദനങ്ങളാ. നമുക്ക് നിരാശപ്പെടുകയല്ല വേണ്ടത്. ബദർ പോലുള്ള ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആവേശത്തോടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. പക്ഷേ ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അങ്ങനെ നാളെ മറ്റന്നാൾ ഇവിടെ ഇസ്ലാമിൻ്റെ നീതിയുടെ നന്മയുടെ ഒരു ലോകം പുലരുമെങ്കിൽ നമ്മോടുള്ളൊരു ചോദ്യം എന്താണെന്നറിയോ? അങ്ങനെ പുലരുമെങ്കിൽ ആ പുലർച്ചയിൽ നിങ്ങളുടെ റോൾ എന്തായിരിക്കുന്ന അത് വല്ലാത്തൊരു ചോദ്യമാണ്. ബദറും അതന്നെയാണ് നമ്മളോട് ചോദിക്കണത്. നിങ്ങൾ ആ ചിത്രം ഒന്ന് മനസ്സ് കണ്ടു നോക്കിയേ. നമ്മളൊക്കെ അങ്ങനെ മരണപ്പെട്ടു പോയി നാളെ പരലോകത്തെത്തിയിട്ട് അള്ള പറയാണ്, എടോ നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ
ഇസ്ലാമികമായൊരു സംവിധാനം, നീതിയും സമത്വമൊക്കെയുള്ള ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ ഉമറിൻ്റെ ഭരണം എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ നീതിയോടുകൂടി സമത്വത്തോടുകൂടിയ നല്ലൊരു ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരും പട്ടിണി കിടക്കാത്ത, ആർക്കും ആരെയും പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന, ആരുടെയും സമ്പത്തും ആരുടെയും ശരീരവും ജീവനുമെന്നും പിന്നെ അപകടപ്പെടാത്ത നല്ല സുന്ദരമായൊരു ലോകം നിന്റെ നാട്ടിലും നിന്റെ കോയമ്പത്തൂരും നിന്റെ കേരളത്തിലും നിന്റെ ഇന്ത്യയിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്. പക്ഷേ അതിൽ നിന്റെ റോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെന്താ മറുപടി പറയാനുണ്ടാകുക? പറയാൻ പറ്റുമോ നമുക്ക്? പടച്ച റബ്ബേ, അതിൻ്റെയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജീവിച്ചതെങ്കിലും ഞാൻ ജീവിക്കുന്ന കാലത്ത് എൻ്റെതായ വിയർപ്പ് തുള്ളികൾ അതിനുവേണ്ടി ഞാൻ ഒഴുക്കിയിട്ടുണ്ട്, എൻ്റെതായ വിയർപ്പ് തുള്ളികൾ അതിനുവേണ്ടി ഞാൻ ഒഴുക്കിയിട്ടുണ്ട് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം പ്രിയമുള്ളവരെ. പടച്ചിറബെങ്ങാനും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ നെഞ്ചുറപ്പോടെ നെഞ്ചു വിരിച്ച് പറയാൻ കഴിയണം, പടച്ചിറബേ 2026 ഞാൻ ജീവിക്കുമ്പോൾ ആ നല്ലൊരു നാളെയുടെ പുലർച്ചയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അധ്വാനം കൊണ്ട് എൻ്റെ വിയർപ്പ് തുള്ളികളും രക്തത്തുള്ളികളും ഞാൻ ഒലിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ സാധിക്കണമെന്നാ ബദർ നമ്മോട് പറയണത്. അങ്ങനെ സാധിച്ച ഒരു വിഭാഗത്തിൻ്റെ ജീവിക്കുന്ന ചിത്രമാണ് ബദർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനിയും ബദറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നമുക്ക് പറയാനും ചർച്ച ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുക. ബാക്കി നമ്മളതിനെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ബദർ, ആ ബദറിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കുവാനും ആ ബദറിൽ നിന്നുള്ള യഥാർത്ഥ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനുമൊക്കെ പടച്ചറബ് നമ്മെ സഹായിക്കുമാറാവട്ടെ. പടച്ചറബേ, ഈ വിശുദ്ധ റമദാനിൻ്റെ രാത്രി ഞങ്ങൾ ഒരുമിച്ചുകൂടെ ഇരുത്തം ഞങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചറബേ, വിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിലെ കർമ്മങ്ങൾ ഞങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് സംഭവിച്ച പിഴവുകളുടെ പേരിൽ ഞങ്ങളുടെ കർമ്മങ്ങളെ നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നന്നാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങിയ ഞങ്ങളുടെ ഈ തൗബയെ, ഞങ്ങളുടെ തിരിച്ചുവരവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നീ അകറ്റിത്തരണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ചെറിയ തിന്മകൾ ജീവിതത്തിൽ കൂടുകൂട്ടിയിരാൻ ഞങ്ങളിൽ പലരും ആ തിന്മകളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ കുടുംബത്തെയും വിചാരണ നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ദിവസവും നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് പിഞ്ചു കുഞ്ഞിനെ പോലെ പരിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ. ഞങ്ങളുടെ കർമ്മരേഖകളിൽ നിന്ന് തിന്മകളെ നീ മായ്ച്ചു കളയണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, നാളെ മഹ്ശറാലോകത്ത് നേർക്ക് നേരം നിന്നെ കാണാൻ ഭാഗ്യം കൊടുക്കുന്ന അപൂർവം ചില ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളോട് നീ മാപ്പ് കാണിക്കണേ തമ്പുരാനെ. റമദാന്റെ രാപ്പകലുകളിൽ ഞങ്ങൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും ഞങ്ങളിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ അനുഭവിച്ച് അവശതകൾ അനുഭവിച്ചും ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് നാഥാ, അതൊക്കെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. പിഴവുകൾ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ലോകത്ത് സമാധാനം നീ നിലനിർത്തണേ തമ്പുരാനെ. ലോകത്ത് ശാന്തിയും സ്വസ്ഥതയും സമാധാനവും നീ നിലനിർത്തണേ തമ്പുരാനെ. ലോകത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിനും മനുഷ്യ സമൂഹത്തിനുമൊക്കെ നീ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ, ഇറാന്റെ മണ്ണിൽ, ചൈനയുടെ മണ്ണിൽ, ലോകത്തിന്റെ പല ഭാഗത്തും നിന്റെ ദീനിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തെ നീ സഹായിക്കണേ തമ്പുരാനെ. അവർക്ക് ഈമാനികമായ കരുത്ത് നൽകണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ രാജ്യത്തും ലോകത്തുമൊക്കെ നീ ശാന്തിയും സമാധാനവും നിലനിർത്തി തരണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്ത അവസ്ഥയിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ജീവിതം ഹൈറാകുന്ന കാലത്തോളം ഈമാനോടെ ജീവിച്ച് മരണം ഹൈറാകുമ്പോൾ ഈമാനോടെ മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾച്ചേർക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ, അയൽവാസികൾ, സഹോദര സഹോദരികൾ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, മക്കൾ, പേരക്കുട്ടികൾ, പടച്ച റബ്ബേ, അവർക്കൊക്കെ നീ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ തമ്പുരാനെ.
ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, വിശുദ്ധ റമദാനും വിശുദ്ധ ഖുർആനും ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഈ റമദാൻ മാസത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ട് റമദാൻ മാസം ജീവിച്ചിട്ടും നാളെ പരലോകത്ത് റമദാനും ഖുർആനും ഒക്കെ ഞങ്ങൾക്കെതിരെ വിരൽ ചൂടുന്ന മഹാനിർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. റഹ്മാനായ നാഥ, റമദാനും വിശുദ്ധ ഖുർആനും ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസുജൂദനാ വസിയാമനാ വസായിറ അമാലനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.